നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ നടന്നു. അസംബ്ലി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും അറസ്റ്റ് ഭയന്ന മോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പിണറായിയും മോദിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും രേവന്ത് റെഡ്ഡി. മോദി ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിന്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മോഡിയും പിണറായിയും അണ്ണനും തമ്പിയും കളിക്കുകയാണെന്നും വി ഡി സതീശൻ. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. എടത്വ ചെറുതന പഞ്ചായത്ത് പരിധിയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊല്ലുന്നത്. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയുടെ വിലക്ക്. പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വിലക്ക് ബാധകമാണെന്ന് മർത്തോമ നസ്രാണി സംഘം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ നടന്നു. അസംബ്ലി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് നടന്നു. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകാനായുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നത്. ഓരോ പോളിംഗ് ബൂത്തിലേക്കും കൊണ്ടുപോകുന്ന വോട്ടിംഗ് മെഷീനുകളിൽ ബാലറ്റ് പേപ്പറുകൾ സജ്ജമാക്കി പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ചു. ഇതിനായി വെൽ എഞ്ചിനീയർമാരുടെ സംഘത്തെയാണ് പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. പരിശോധനയ്ക്ക് ശേഷം EVMകൾ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിച്ചു. സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. EVMകളുടെ കമ്മീഷനിങ്ങിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥലത്തുണ്ടായിരുന്നു. ഒബ്സർവർമാരും ജില്ലാ കളക്ടറും നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ കേന്ദ്രത്തിലെത്തി കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും അറസ്റ്റ് ഭയന്ന മോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള കൂട്ടുകച്ചവടം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലുമായി തുറന്ന ജീപ്പിൽ വ്യാഴാഴ്ച വൈകിട്ട് ഷഹീർദാർ പള്ളി ജംഗ്ഷൻ മുതൽ കോൺഗ്രസ് ഭവൻ വരെ 1.5 കിലോമീറ്ററോളമാണ് റോഡ് ഷോ നടന്നത്. ഓച്ചിറ വരെ റോഡ് ഷോ നടത്താനായിരുന്നു ആദ്യ തീരുമാനം. കോൺഗ്രസ് ഭവന് സമീപത്തെത്തിയപ്പോൾ മോശം കാലാവസ്ഥയും സമയക്കുറവും കാരണം റോഡ് ഷോ അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ UDF 20 സീറ്റും നേടും. പിണറായിയും മോദിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം ജനങ്ങൾ തിരിച്ചറിയുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. I wanted to tell you one thing. Your Kerala BJP president is Surendran. He is appointed president, but Pinarayi Vijayan is unappointed working president of Bharatiya Janata Party. Why? Because Pinarayi Vijayan and his family is having ED cases, income tax cases, CBI cases. Why Narendra Modi is not questioning Pinarayi Vijayan? Pinarayi Vijayan is working for Narendra Modi and BJP. He is not working for NDF. In the name of NDF, he wanted to split UDF vote to support NDA. പിണറായിക്കും മകൾക്കും എതിരെ EDയോ ആദായ നികുതി വകുപ്പോ അന്വേഷണം നടത്തുന്നില്ല. അത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓച്ചിറയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെലങ്കാനയെ ചന്ദ്രശേഖർ റാവുവും മകളും എങ്ങനെ കട്ടുമുടിച്ചോ അതുപോലെയാണ് പിണറായിയും മകളും കേരളം കട്ടുമുടിക്കുന്നത്. അറസ്റ്റ് ഭയന്ന BJPയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ പോലെയാണ് പിണറായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഭയപ്പെടുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ പിണറായിയെയും കുടുംബത്തെയും രക്ഷിച്ചത് മോദിയാണ്. UDFനെ പരാജയപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണിപ്പോൾ കേരള മുഖ്യമന്ത്രിയെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റുകളും UDF നേടും. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കൂടെ കേന്ദ്രമന്ത്രിയായി ആലപ്പുഴയിൽ നിന്നുള്ള
KC വേണുഗോപാലും ഉണ്ടാകും. രാജ്യത്തിൻ്റെ മതേതരത്വവും ഭരണഘടനയും തകർക്കുന്ന തരത്തിലുള്ള നയങ്ങളുമായാണ് മോദിയും അമിത്ഷായും വോട്ട് തേടുന്നത്. ഇത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It is going to vote for Prime Minister of India, Mr. Rahul Gandhi. If you are voting Arif, it is going to support Narendra Modi. If you are going to vote KC Venugopal, the vote is going to support Rahul Gandhi. ടൈനൂസ് ആലപ്പുഴ. മോദി ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിൻ്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നരേന്ദ്രമോദിയും പിണറായി വിജയനും അണ്ണനും തമ്പിയും കളിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും VD സതീശൻ ചേർത്തലയിൽ പറഞ്ഞു. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വാക്കെന്നാണ് അർത്ഥം അല്ലേ? നമ്മൾ നാട്ടും പുറത്ത് ചോദിക്കും, നിന്റെ വാക്ക് പഴയ ചാക്കിന്റെ വിലയുള്ളതെന്ന് പറയും. ഈ മോഡിയുടെ ഗ്യാരണ്ടി 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു? ആദ്യത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? പാചകവാതകത്തിന്റെ വില കുറയ്ക്കാന്ന്. കുറച്ചോ? 400 രൂപ ഉണ്ടായിരുന്ന പാചകവാതകത്തിന് 1200 രൂപയാണ്, 300% വില കുറഞ്ഞു. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു? ഞങ്ങൾ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും. നിങ്ങൾക്കറിയാം, ക്രൂഡ് ഓയിൽ വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ച് പെട്രോളും മണ്ണെണ്ണയും ഡീസലും ഉണ്ടാക്കുന്ന രാജ്യമാണ് നമ്മുടെ. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയാണെന്നറിയാം? $140 അമേരിക്കൻ സർവകാല റെക്കോർഡ്. അന്ന് നമ്മൾ 50 രൂപയ്ക്ക് പെട്രോളും 55 രൂപയ്ക്ക് ഡീസലും കൊടുത്തു. ഇപ്പൊ എത്രയാണെന്നറിയാമോ ക്രൂഡ് ഓയിലിന്റെ വില? $80 അമേരിക്കൻ. 45% കുറഞ്ഞത്. കുറഞ്ഞപ്പോ 45% ഡീസലിന്റെ വില കുറഞ്ഞോ? 30 രൂപയ്ക്ക് ഡീസൽ കിട്ടണോ? ഇപ്പോ കിട്ടുന്നുണ്ടോ? 107 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതെന്താ? അത് കുറഞ്ഞതിന്റെ ഗുണഫലം നമുക്ക് കിട്ടാതിരിക്കാൻ 200%-ലധികം നികുതി മോഡി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇയാളുടെ ഗ്യാരണ്ടി എവിടെ പോയി? മൂന്നാമത്തെ ഗ്യാരണ്ടി, കള്ളപ്പണം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് തരുമെന്ന്. എൻ്റെ ഒരു സ്നേഹിതൻ 10 ലക്ഷം രൂപ കടം മേടിച്ചത് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പൊ അവന്റെ വീട് ജപ്തി ചെയ്തു. നമ്മളങ്ങനെയാണല്ലോ, എവിടെന്നെങ്കിലും പണം കിട്ടുമെന്ന് എൻ്റെ അപ്പം തന്നെ കടം മേടിക്കും. അവന്റെ പോയി ആർക്കെങ്കിലും കിട്ടിയ രാജ്യത്ത്? ഒരാൾക്കും കിട്ടിയില്ല. പിന്നെ പറഞ്ഞു, നാലാമത്തെ ഗ്യാരണ്ടി തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുമെന്ന്. നിങ്ങൾ വേണു വരുമ്പോ ചോദിച്ചോ, പാർലമെന്റിൽ കിട്ടിയ മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായത് കഴിഞ്ഞ 5 വർഷമാണ്. അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വന്ന ആള് എക്കാലത്തെയും വലിയ തൊഴിലില്ലായ്മ ഉണ്ടാക്കിയിട്ട് പോയി. ഇനി 5ാമത്തെ ഗ്യാരണ്ടി ഉണ്ട്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇരട്ടിയായോ, പകുതിയായോ, കാൽഭാഗമായോ? ഹരിയാന ബോർഡറിൽ നിൽക്കുകയാണ് കർഷകർ, മുഖത്ത് ലാത്തിയടിയേറ്റ് അല്ലേ, മുതുകിൽ ലാത്തിയടിയേറ്റ്. അപ്പൊ ഒരു ഗ്യാരണ്ടിയും നടന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മോഡിയുടെ ഗ്യാരണ്ടിക്ക് വാക്കിന്റെ വിലയാണോ പഴയ ചാക്കിന്റെ വിലയാണോ? പഴയ ചാക്കിന്റെ വിലയാണ്. മോദിയുടെ ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിൻ്റെ വിലയേ ഉള്ളൂ. കള്ളപ്പണം, ഇന്ധനവില, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മോദി നൽകിയ ഗ്യാരണ്ടി ഒന്നും നടപ്പായില്ല. പെട്രോൾ വില ഇരട്ടിയിലധികമായി. 15 ലക്ഷം ആരുടെയും അക്കൗണ്ടിൽ വന്നില്ല. 14 ലക്ഷം കോടി തട്ടിക്കൊണ്ടുപോയവരെ സംരക്ഷിച്ചു. തൊഴിലില്ലായ്മ പരിഹരിച്ചില്ല. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഇതാണ് മോഡിയുടെ ഗ്യാരണ്ടി. കേന്ദ്രത്തിൽ അണ്ണനും കേരളത്തിൽ തമ്പിയും ഭരിക്കുന്നു. മോദിയും പിണറായിയും അണ്ണനും തമ്പിയും കളിക്കുകയാണെന്നും VD സതീശൻ ചേർത്തലയിൽ പറഞ്ഞു. അവിടെ അണ്ണൻ ഭരിക്കുന്നു, ഇവിടെ തമ്പി ഭരിക്കുന്നു. അണ്ണനും തമ്പിയും ചേർന്നുള്ള ഭരണമാണ്. രണ്ടുപേരും തമ്മിൽ വലിയ സ്നേഹത്തിലാണ്, വലിയ സൗഹൃദത്തിലാണ്. ഒരു വഴക്കുമില്ല. നമ്മളെ കാണിക്കാനുള്ള വഴക്കേ ഉള്ളൂ. 6.5 കൊല്ലമായി പിണറായി വിജയനെതിരായിട്ടുള്ള SNC ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി പെൻഡിംഗാണ്. ഇതുവരെ CBIയുടെ വക്കീലോ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലോ ഹാജരായിട്ടില്ല. 6.5 കൊല്ലം 60 പ്രാവശ്യം മാറ്റിവെച്ചു. അടുത്ത മാസം കേസ് വെച്ചിട്ടുണ്ട്. അന്ന് CBIയുടെ വക്കീല് പനിയായിരിക്കും, വരില്ല. പിന്നെ പിണറായി വിജയനൊരു ഗുണമുണ്ട്, ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും.
ഹവാല കേസ് വന്നു, കൊടകര കുഴൽപ്പണ കേസ്. കേരള പോലീസ് അന്വേഷിച്ചു. ഒറ്റ BJP-കാരെ പ്രതിയല്ല, സുരേന്ദ്രന്റെ പ്രതിസ്ഥാനത്ത് നിന്ന് പിണറായി രക്ഷപ്പെട്ടു. അതാണ് പിണറായി വിജയൻ. ഇങ്ങോട്ട് സഹായിച്ച അദ്ദേഹം അങ്ങോട്ട് സഹായിക്കും. ടി സുബ്രഹ്മണ്യദാസ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ, കൺവീനർ B രാജശേഖരൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത് തുടങ്ങിയവർ പങ്കെടുത്തു. KC ആന്റണി സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ താറാവുകളെ ഉൾപ്പെടെയുള്ള പക്ഷികളെ കൊന്നൊടുക്കുന്ന ജോലികൾ ആരംഭിച്ചു. എടത്വ, ചെറുതന പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പ്രദേശത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. ഹരിപ്പാട് ചെറുതനയ്ക്കും പിന്നാലെ എടത്വയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രദേശത്തെ പക്ഷികളെ കൊന്ന് മറവ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. 3 കർഷകരുടേതായി 3409 താറാവുകളാണ് ഇതുവരെ ചത്തത്. ഈ കർഷകരുടെ മാത്രം ചെറുതനയിൽ 16,591 താറാവുകളെയും ചമ്പക്കുളത്ത് 4,500 താറാവുകളെയും ഉൾപ്പെടെ പക്ഷിപ്പനി ബാധിത പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ ആകെ 21,529 പക്ഷികളെയാണ് കൊന്ന് മറവ് ചെയ്യുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 34 തദ്ദേശ സ്ഥാപനങ്ങളിൽ താറാവ്, കോഴി, കാട എന്നിവയുടെ മുട്ട, ഇറച്ചി വിപണനം 25 വരെ നിരോധിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും മാംസവും മുട്ടയും നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ എന്ന് മൃഗസംരക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പച്ച മാംസവുമായി ഇടപഴകിയ ശേഷം സോപ്പിട്ട് കൈ കഴുകണമെന്നും നിർദ്ദേശമുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന് വേണ്ടി തയ്യാറാക്കിയ പ്രചരണ ഗാനം ശ്രദ്ധേയം. ഇടതുമുന്നണി പെരുമ്പളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രചരണ ഗാനം തയ്യാറാക്കിയത്. ചെമ്മാനം പൂക്കുന്നുണ്ടേ, ചെമ്പട്ടു പുതയ്ക്കുന്നുണ്ടേ, നിനവേറിയ കരയിതു മറുകര തൊടുവാനൊരുങ്ങുന്നുണ്ടേ. കരിവളകൾ കൊഞ്ചും കൈകൾ ചെങ്കൊടിയത് ഏന്തണ കണ്ട് കായലിലെ ചെറുവല പോലും വീറാലെ വിളിക്കണ കേട്ടോ. ഇതിന് ദൃശ്യാവിഷ്കാരം നൽകിയിരിക്കുന്നത് ലിബിൻ പെരുമ്പടവും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീകുമാറും ശരത് ഫൈൻഡയും ചേർന്നാണ്. ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് റഫീഖ് റഹ്മാനാണ്. LDF പെരുമ്പളം മേഖലാ കമ്മിറ്റിയാണ് ഹൃദയപൂർവ്വം ആരിഫിന് ഗാനം ഒരുക്കിയിരിക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP പറഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെന്നും ജെബി മേത്തർ മുഹമ്മയിൽ പറഞ്ഞു. ഇന്ത്യ മുന്നണി ഭരണത്തിൽ വരികയാണെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്ക് 1 വർഷം 1 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നൽകും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ ആശ്വാസമായിരിക്കും പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ മരുന്നുകൾ പോലും ഒക്കെ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ 1 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, പാവപ്പെട്ട കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ ആ കുടുംബത്തിന് തന്നെ എത്ര വലിയ ആശ്വാസമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ഇത് പറയുന്നത് മോദിയുടെ 2 കോടി തൊഴിലുറപ്പ് എന്ന 2 കോടി തൊഴിലവസരങ്ങൾ എന്ന പൊള്ളയായ വാഗ്ദാനം പറയുന്ന കാര്യമല്ല. മോദി പറഞ്ഞ പോലെ 15 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞ പോലത്തെ പൊള്ളയായ വാഗ്ദാനമല്ല. മോദി പറഞ്ഞ പോലെ എല്ലാ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കുറക്കുമെന്ന് പറഞ്ഞ പോലെയല്ല. ഭാരതം ഇത്രയും നാൾ കാത്തുസൂക്ഷിച്ച ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഓരോ കുടുംബിനിക്കും 1 ലക്ഷം രൂപ വർഷം തോറും നൽകുമെന്ന കോൺഗ്രസ് വാഗ്ദാനം ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ പകരുന്നതാണെന്നും അവർ പറഞ്ഞു. K നാരായണൻ അധ്യക്ഷനായി. KP ബൈജു,
അജയൻ, കെ ഡി പുഷ്കരൻ, BM സുഗാന്തി, കല്ലാപ്പുറം സാബു, ഹരിലാൽ കണ്ടനാട്, NB സദാനന്ദൻ, രാജേന്ദ്രപിള്ള എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന ചാണ്ടി ഉമ്മൻ MLA. ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ വിജയം സുനിശ്ചിതമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. KC വേണുഗോപാൽ ജയിക്കേണ്ടത് ഈ നാടിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഈ നാടിൻ്റെ വികസനത്തിന്, ഈ നാടിൻ്റെ വളർച്ചയ്ക്ക്, ഈ നാടിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ KC വേണുഗോപാൽ ജയിച്ചേ മതിയാകത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയെ നേരിടുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പാണ്. ചാവടി ജംഗ്ഷനിൽ UDF കുത്തിയതോട് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി KC വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ VA ഷറീഫ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ തുറവൂർ ദേവരാജൻ, TK പ്രഫുല്ലചന്ദ്രൻ, DCC അംഗം P മേഘനാഥ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KG കുഞ്ഞിക്കുട്ടൻ, കൽപ്പന ദത്ത്, S കണ്ണാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് മൻസർ, UDF നേതാക്കളായ ശിഹാബുദ്ദീൻ മൂസ, KR സുഗതൻ, A ഷൗക്കത്ത് അലി, വഹീദ കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ്, തുറവൂർ. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയുടെ വിലക്ക്. പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ജനാഭിമുഖ കുർബാന പാടില്ലെന്നാണ് കോടതിയുടെ ഉത്തരവെന്ന് മാർത്തോമ നസ്രാണി സംഘം ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേർത്തലയിൽ 4 പള്ളികളിൽ നിന്ന് ചേർത്തലയിൽ കേസുകൾ നിലവിലുണ്ട്. കോക്കമംഗലം, ചേർത്തല മുട്ടം, എഴുവന്ന സെൻട്രൽ അഫയേഴ്സ്, നെടുമ്പ്രക്കാട് സെൻറ് തോമസ്. നെടുമ്പ്രക്കാട് സെൻറ് തോമസ് പള്ളിയിൽ നിന്നുള്ള കേസിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവുണ്ടായിട്ടുള്ളത്. 2 പേരാണ് അതിൽ വാദിയായിട്ട് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയാം, ജിറ്റിൻ KJ കൈമാപറമ്പിൽ അഭിഭാഷകനാണ്. അതുപോലെ തന്നെ റോയി എബ്രഹാം. 2 വാദികളിൽ 1-ാം വാദിയാണ് റോയി എബ്രഹാം. അപ്പോൾ കോടതിയുടെ ഉത്തരവ് വളരെ വ്യക്തമാണ്. മൂന്നാം പ്രതി എന്ന് പറയുന്നത് നെടുമ്പ്രക്കാട് സെൻറ് തോമസ് പള്ളിയാണ്. നെടുമ്പ്രക്കാട് സെൻറ് തോമസ് പള്ളി വികാരിയുടെ സ്ഥാനം വഹിക്കുന്ന മറ്റു വൈദികരോ ആരെങ്കിലും നെടുമ്പ്രക്കാട് സെൻറ് തോമസ് പള്ളിയിലോ പള്ളിയുടെ കീഴിലുള്ള മഠങ്ങൾ, സ്ഥാപനങ്ങൾ, വീടുകൾ ഒരു സ്ഥലത്തും ജനാഭിമുഖ കുർബാന ചെല്ലുവാൻ പാടില്ല എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വളരെ വ്യക്തമായ ഉത്തരവാണ്. അതിന് മറ്റ് ഒഴിവഴികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ജനാഭിമുഖ കുർബാന ചെല്ലാൻ പാടില്ല. അപ്പം ജനാഭിമുഖ കുർബാന ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് സഭ അനുശാസിക്കുന്ന കുർബാന ചെല്ലുവാനുള്ള ഇൻഡയറക്റ്റായിട്ടുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തരവ് കഴിഞ്ഞ ആഴ്ചയിൽ 11-ാം തീയതി ഉത്തരവുണ്ടായതാണ്. ഉത്തരവ് തൽക്കാലം നിർത്തിവെച്ചിരുന്നു, അബൈൻസിൽ വെച്ചിരുന്നു. അബൈൻസിൽ വെക്കുക എന്ന് വെച്ചാൽ തൽക്കാലം നടപ്പിൽ വരുത്തുന്നത് നിർത്തിവെക്കുക എന്നുള്ളതാണ്. നിർത്തിവെച്ചിട്ട് കേസിൽ ആർക്കെതിരായിട്ടാണോ ഉത്തരവുണ്ടായത് അവർക്ക് പകർപ്പ് കൊടുക്കുക, അവർക്ക് അപ്പീൽ കൊടുക്കാൻ വേണ്ടി. അവർക്ക് പകർപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പകർപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വാദികൾക്ക് കോടതിയിൽ നിന്ന് ലഭിച്ച ഔദ്യോഗികമായ ഉത്തരവിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ ഇടവക വിശ്വാസികളായ റോയി എബ്രഹാം ഇലഞ്ഞിക്കലും അഡ്വക്കേറ്റ് ജറ്റിൻ കൈമാപ്പറമ്പിനും നൽകിയ കേസിലാണ് വിധി. അഡീഷണൽ മുൻസിഫ് PR അക്ഷയ ആണ് ഉത്തരവിറക്കിയത്. ഉത്തരവ് പ്രകാരം പള്ളിയിലും കപ്പേളകൾ, പള്ളിയുടെ സ്ഥാപനങ്ങൾ, വിശ്വാസികളുടെ വീടുകൾ എന്നിവിടങ്ങളിൽ ജനാഭിമുഖ കുർബാന പാടില്ലെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനയായ ഏകീകൃത കുർബാന മാത്രമേ നടത്താൻ കഴിയൂ. ഇത് സംബന്ധിച്ച മറ്റൊരു വിധി ഉണ്ടാകുന്നതുവരെ ഉത്തരവ് ബാധകമാണെന്നും അവർ പറഞ്ഞു. അഡ്വക്കേറ്റ് തോമസ് തളനാനി, ടെൻസൺ പുളിക്കൽ, ജോളി ജാക്കബ് മാടവന, അഡ്വക്കേറ്റ് ജറ്റിൻ കൈമാപ്പറമ്പിൽ, MC ചാക്കോ മങ്കുഴിക്കരി, റോയി എബ്രഹാം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകീകൃത കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും സന്യസ്തരും വിശ്വാസികളും ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്നവരാണ്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചും ധർണയും. മുഹമ്മ CDSലെ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കുടുംബശ്രീ മുഖാന്തരം എടുത്ത വായ്പ തിരിച്ചടവിൽ
ഓഡിറ്റിംഗിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മുഹമ്മദ് CDS ഓഫീസ് അക്കൗണ്ടന്റിനെ പിരിച്ചുവിട്ടിരുന്നു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിക്കും CPMലെ ചില നേതാക്കന്മാരും ഏജന്റുമാരായി പ്രവർത്തിച്ച് അഴിമതി പണം പങ്കുവച്ച് കൊള്ളയടിക്കുന്നവരാണെന്നും അഴിമതിക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ മുഹമ്മ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള തുടർ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കണമെന്നും A. ഷുക്കൂർ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയും CPMലെ അറിയപ്പെടുന്ന ചില നേതാക്കന്മാരും ഇവരുടെ ഏജന്റുമാരാണ്. ഇവരുടെ കിട്ടുന്ന കൈക്കൂലി പണം, അഴിമതി പണം പങ്കുവെച്ചു കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണുള്ളത്. TV ബിജു അധ്യക്ഷനായി. ST റജി, സജി കുര്യാക്കോസ്, CD ശങ്കർ, KC ആന്റണി, KS ജയപാലൻ, KV മേഘനാഥൻ എന്നിവർ സംസാരിച്ചു. PS സിദ്ധാർത്ഥൻ സ്വാഗതവും അനീഷ് P തയ്യിൽ നന്ദിയും പറഞ്ഞു. ടൈനോസ് മുഹമ്മ. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയുടെ സമാപന ചടങ്ങുകൾ ആരംഭിച്ചു. ഏപ്രിൽ 19 മുതൽ മെയ് 8 വരെയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാദം പതിഞ്ഞ മണ്ണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, അവിടെ നിന്ന് ഒരു രഥയാത്ര ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ളത്. അത് സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളോട് സംഗമിച്ച എറണാകുളവും മൂവാറ്റുപുഴയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ സ്ഥലമായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ ഗൃഹം, വാഴൂർ തീർത്ഥപാദാശ്രമത്തിൽ അന്ന് വൈകിട്ട് അവിടെ സമാപിച്ച് പിറ്റേന്ന് അവിടെ നിന്നും തുടങ്ങി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായ കൊല്ലം ജില്ലയിലെ പന്മനയിൽ വന്ന് അവിടെ നിന്നും ഘോഷയാത്രയോടുകൂടി വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സായ ആലപ്പുഴ ജില്ലയിലെ വിദ്യാധിരാജപുരത്ത് വള്ളികുന്നത്ത് എത്തിച്ചേരുന്നതോടുകൂടി 20 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരാധനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് നിർവഹിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ മെയ് 8 വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19 ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് സ്വാമിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ആരംഭിക്കും. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണത്തിന് ശേഷം ഏപ്രിൽ 20 വിദ്യാധിരാജപുരത്ത് സമാപിക്കും. വൈകിട്ട് 5 നടക്കുന്ന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. മെയ് 7 നടക്കുന്ന സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും 8 നടക്കുന്ന സമാപന സമ്മേളനം ബംഗാൾ ഗവർണർ CV ആനന്ദബോസും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ഡയറക്ടർ അനന്തൻ R, മീന മുരളീധരൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്യാംനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ ഏപ്രിൽ 21 ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒരു സംഘടനയിലൂടെ ഈ താഴേക്കിടയിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക്, അവരുടെ പ്രക്ഷോഭങ്ങൾക്ക് കഴിയാവുന്ന പിന്തുണ കൊടുക്കുവാനും അവരെ ബോധവൽക്കരിക്കുവാനും അവർക്ക് സർക്കാർ തലങ്ങളിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ പ്രഥമ ജില്ലാ സമ്മേളനം ഞങ്ങൾ ഈ ഏപ്രിൽ 21 ഞായറാഴ്ച ഇവിടെ ചേർത്തലയിലുള്ള വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഈ കുറിപ്പിനോടൊപ്പം ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാജേഷ് ഒൾനാടിയൻ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് രമേശ് പുന്നത്തിരിയൻ, സംസ്ഥാന സെക്രട്ടറി. അതുപോലെ ആശംസകൾ അർപ്പിക്കുന്നതിൽ CS രാജേന്ദ്രൻ, സംസ്ഥാന ട്രഷററുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രവർത്തകരുണ്ടാകും. ഏപ്രിൽ 21 ഞായറാഴ്ച രാവിലെ 10 ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് BP സ്വാമിനാഥൻ അധ്യക്ഷനാകും. സംസ്ഥാന സെക്രട്ടറി രമേശ് പുന്നത്തിരിയൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ട്രഷറർ CS രാജേന്ദ്രൻ ആശംസ നേരും. ട്രഷറർ അജയകുമാർ KP കണക്ക് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി വയലാർ ധനഞ്ജയൻ സ്വാഗതം പറയും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ കലാപരിപാടികളുണ്ടാകും. ജില്ലാ പ്രസിഡന്റ് VP സ്വാമിനാഥൻ, പ്രൊഫസർ PK ഗോപിനാഥൻ, MV നാരായണൻ എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനോസ് ചേർത്തല.
വിശ്വഹിന്ദു പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമോത്സവം സംഘടിപ്പിച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര മൈതാനിയിലാണ് രാമോത്സവം നടത്തുന്നത്. കേരള സംസ്ഥാന ധർമ്മപ്രസാർ പ്രമുഖ് MK അരവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശ്വഹിന്ദു പരിഷത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് VK സുരേഷ് ശാന്തി അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ കാര്യകാരി സദസ്യൻ KR സുബ്രഹ്മണ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. അയോധ്യയിലും നമ്മൾ കാശ്മീരിലും കന്യാകുമാരിയിലും എല്ലാം രാമൻ നമ്മുടെ മര്യാദ പുരുഷോത്തമനാണ്. തുളസി നമുക്ക് പവിത്രമാണ്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ധർമാചരണത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ പിടിച്ചു നിർത്താൻ ഋഷീശ്വരന്മാര് അതാത് കാലഘട്ടത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ കോർഡിനേറ്റർ V വിശ്വനാഥൻ, CM പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പ്രവർത്തനങ്ങൾ നടന്നു. അസംബ്ലി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും അറസ്റ്റ് ഭയന്ന മോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പിണറായിയും മോദിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും രേവന്ത് റെഡ്ഡി. മോദി ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിന്റെ വിലയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മോഡിയും പിണറായിയും അണ്ണനും തമ്പിയും കളിക്കുകയാണെന്നും VD സതീശൻ. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു. എടത്വ ചെറുതന പഞ്ചായത്ത് പരിധിയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊല്ലുന്നത്. ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയുടെ വിലക്ക്. പള്ളിയിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വിലക്ക് ബാധകമാണെന്ന് മർത്തോമ നസ്രാണി സംഘം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.